ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുബനിയിൽ സംസാരിക്കുന്നുണ്ട്. പാകിസ്ഥാനുള്ള മറുപടി, പ്രത്യേകിച്ച് എന്താണ് ഇനിയും രാജ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളിലും പാകിസ്ഥാനുമുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അവിടുത്തെ ആദ്യ പൊതുയോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ വസന്ത്? തീർച്ചയായും മാർഷൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ഇന്നാണ് ആദ്യത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കുകയാണ്. ബീഹാറിലെ മധുബനിയിൽ നടക്കുന്ന പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കുക. ദേശീയ പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് മിഥിലാഞ്ചലിലെ മധുബനിയിൽ നടക്കുന്നത്. പാകിസ്ഥാനുള്ള മുന്നറിയിപ്പും മറുപടിയും ഇന്ന് 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുയോഗത്തിൽ നൽകുമെന്നുള്ളൊരു സൂചനയാണുള്ളത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി ചിലപ്പോൾ റദ്ദാക്കിയേക്കുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ബീഹാറിലെ NDA സർക്കാർ ഉള്ളത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ കൂടി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചായിരിക്കും പ്രധാനമന്ത്രി ഈ വിഷയത്തിലുള്ള തന്റെ ആദ്യത്തെ പ്രതികരണം ഉണ്ടാവുക. മിഥിലാഞ്ചൽ മേഖലയിൽ നിന്നുള്ള ബീഹാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള NDA സർക്കാരിന്റെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേളുകൊട്ടുകൂടിയായിരിക്കും ഈ പൊതുയോഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ഉദ്ധംപൂരിലുള്ള ആക്രമണം തുടരുകയാണ്. ഒരു സൈനികന് വീരമൃത്യു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്നത്. കനത്ത, അതായത് ഇടതൂർന്ന വനമേഖലയാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ ആണ്. അവിടെയാണ് ഈ പ്രകൃതിദത്ത ഗുഹകളേറെയുള്ള മേഖലയാണ്. സാധാരണഗതിയിൽ തന്നെ അവിടെ ഭീകരർ ഒളിച്ചിരിക്കാറുള്ള മേഖലയാണ്. അവിടെ ഒളിച്ചിരുന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ പോര് നടത്തുന്ന രീതിയാണ് അവിടുത്തെ ഭീകരപ്രവർത്തകരൊക്കെ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്നത്. അത്രയും ദുർഘടമായ മേഖലയിലാണ് ഇപ്പോൾ സൈന്യവും ഭീകരരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും